എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 25 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസിന്റെ സമയമാണ്. പ്രത്യേകിച്ച് +2 അതുപോലെ തന്നെ 10ാം ക്ലാസ് ഡിഗ്രി യോഗ്യതയുള്ള ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്, ഒരുപാട് പരീക്ഷകൾ നടക്കാനുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ടീം ആശാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ആശാൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്. ഇനി അതിനൊപ്പം തന്നെ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഇനി അതുപോലെ മന്ത്ലി മെന്റർ സപ്പോർട്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ, അതുപോലെ തന്നെ അതിന്റെ നോട്ടുകൾ, ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് www.veranda.chalengela.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുവെ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുക? സ്പെഷ്യൽ ടോപ്പിക് അല്ലെ? കാരണം ഈ ഒരു 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കാര്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്, ഇനി അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർവുമൻ സ്പെഷ്യൽ ടോപ്പിക്, ഇതൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള chalengela.com ഇവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ പുസ്തകം സ്വന്തമാക്കാം. ഇനിയിപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ടല്ലേ? വെബ്കോ LD, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു മാഗസിനുമായിട്ട് ബന്ധപ്പെട്ട, ഒരു മാസികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ രാജ്ഭവൻ എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ, ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ്. അപ്പോൾ രാജ്ഭവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? രാജ്ഭവനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു മാസിക പുറത്തിറക്കാൻ പോവുകയാണ്. അതിന്റെ പേര് എന്താണ്? അത് രാജഹംസം. എന്താണ്? രാജഹംസം എന്നാണ്. അപ്പോൾ രാജ്ഭവന്റെ വിശേഷങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്ന മാസികയുടെ പേര് എന്താണ്? രാജഹംസം എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലവിലെ ഗവർണർ ആരാണ്? അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഒരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കേരളത്തെ 2031 പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ. അതായത് ഒരു സെമിനാർ അല്ല, ഒരു കൂട്ടം സെമിനാറുകൾ. അതായത് ശരിക്കും പറഞ്ഞാൽ 33 സെമിനാറുകൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതായത് 2031 എന്ത് ചെയ്യുക? പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി ആരെ മാറ്റുക? കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സെമിനാർ എന്ത് ചെയ്യുന്നത്? സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് എന്താണ്? അത് വിഷൻ 2031. എന്താണ്? വിഷൻ 2031 എന്നാണ്. അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി ഇവിടെ 2031 എന്നല്ലേ പറഞ്ഞത്? എന്താണ് ഈ 2031 ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2031 നമ്മുടെ കേരളം രൂപീകൃതമായതിന്റെ 75ാം വാർഷികം. അപ്പോൾ എളുപ്പം കണക്ട് ചെയ്യാലോ. അപ്പോൾ കേരളം രൂപീകൃതമായതിന്റെ 75ാം വാർഷികം 2031 ആ 2031 എന്ത് ചെയ്യുക? പുരോഗമനപരവും വികസിതപരവുമായ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ 33 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ പേരാണ് വിഷൻ 2031. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഓപ്പറേഷൻ നുംകോർ. എന്താണ്? ഓപ്പറേഷൻ നുംകോർ എന്ന് പറയുന്ന ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താണ് ഈ പരിശോധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ. അപ്പോ കസ്റ്റംസ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നുംകോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾക്കൊള്ളുന്ന റാക്കറ്റിനെ എന്ത് ചെയ്യുക? കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എന്താണ് നുംകോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ ടിവിയിലൊക്കെ കണ്ടതാണ്. വളരെ പ്രമുഖരായ പല നടന്മാരുടെയും വീട്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റെയ്ഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ്. സോ അതിന്റെ പേര് ആ ഒരു എന്താണ് റെയ്ഡിന്റെ പശ്ചാത്തലത്തിലുള്ള എന്താണ് ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നുംകോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. സോ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വിഴിഞ്ഞത്തെത്തിയ ഒരു കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തുന്ന 500ാമത് കപ്പൽ. അപ്പോൾ വിഴിഞ്ഞത്തെത്തുന്ന എത്രാമത്തെ? 500ാമത് കപ്പൽ ഏതാണ്? അത് MSC വെറോണ. എന്താണ്? MSC വെറോണ എന്ന് പറയുന്ന കപ്പലാണ്. അപ്പോൾ ഇവിടെ 500ാമത് കപ്പൽ പറയുന്ന സമയത്ത് മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കപ്പലെങ്കിലും പറയണം അല്ലേ? അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാ? അത് ഷെൻഹുവ 15 ആണ്. ഏതാണ്? ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്?
അത് സാൻ ഫെർണാണ്ടോയാണ്. അപ്പോൾ 3 കപ്പലുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? MSC വെറോണ എന്ന് പറയുന്ന കപ്പൽ. എന്താണ് പ്രത്യേകത? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ 500ാമത്തെ കപ്പൽ. ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അത് സാൻ ഫെർണാണ്ടോയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം. MS സുബ്ബലക്ഷ്മിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലേ? ഭാരതരത്നയൊക്കെ നേടിയിട്ടുള്ള ഒരു അതുല്യ കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത്. സോ MS സുബ്ബലക്ഷ്മിയുടെ പേരിൽ തമിഴ്നാട് സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് 2025 അർഹനായത് ഒരു മലയാളി ഗായകനാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KJ യേശുദാസ്. ആരാണ്? KJ യേശുദാസ് ആണ്. അപ്പോ തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് 2025 അർഹനായത് ആരാണ്? KJ യേശുദാസ്. ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇനി അടുത്തൊരു പുസ്തകമാണ്. അതായത് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പോൾ ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? PG സദാനന്ദനാണ്. ഈ ചാർലി ചാപ്ലിനെ നമുക്കറിയാം അല്ലേ? അതായത് ഏതൊക്കെ സിനിമകൾ? ദി ഗ്രേറ്റ് ഡിറ്റക്ടർ, അതുപോലെ തന്നെ എന്താണ് ദ കിഡ്, അതുപോലെ മോഡേൺ ടൈംസ് എന്നിങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ എന്താണ് അഭിനയിച്ച് നമ്മളെ രസിപ്പിച്ച അനശ്വരനായ കലാകാരനാണ് ആരെന്ന് പറയുന്നത്? ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കിയ ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? PG സദാനന്ദൻ. അടുത്തത് ഒരു വേദിയാണ്. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ ഭിന്നശേഷി കലാമേള, അതായത് സമ്മോഹൻ. അപ്പോൾ സമ്മോഹന്റെ 2ാം പതിപ്പ് 2025 നടക്കുകയാണ്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം. അപ്പൊ എവിടെയാണ് സമ്മോഹന്റെ 2ാം പതിപ്പിന്റെ വേദി? എവിടെയാണ്? തിരുവനന്തപുരമാണ്. എന്താണ് സമ്മോഹൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഭിന്നശേഷി കലാമേളയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ റെയർ ആയിട്ടൊക്കെ ഡിഗ്രിക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് അടുത്തിടെ പട്ടികവർഗ പദവി നൽകണമെന്നും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമനി ഭാഷയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോരാടുന്ന കർഷക സമൂഹം അല്ലെങ്കിൽ വിഭാഗം ഏതാണ്? അപ്പൊ അടുത്ത എന്താണ്? പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും, അതായത് ഒഡീഷ, പശ്ചിമ ബംഗാൾ പോലെയുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രെയിൻ തടഞ്ഞുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? പട്ടികവർഗ പദവി എന്ത് ചെയ്യണം? അവർക്ക് നൽകണം. അതിനൊപ്പം തന്നെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമനി ഭാഷ ഉൾപ്പെടുത്തണം. ഈ ആവശ്യങ്ങളോടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? സമരം ചെയ്യുന്നത്. അത് ഏത് വിഭാഗക്കാരെന്നാണ്? അത് കുർമി വിഭാഗക്കാർ. ഏതാണ്? കുർമി വിഭാഗക്കാരാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എന്തുണ്ട്? ഈ പറയുന്ന കുർമികളുണ്ട്. അപ്പൊ അതുകൂടി ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹി ബെൻസോര ആണവ നിലയം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക. മഹി ബെൻസോര ആണവ നിലയ പദ്ധതി ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാനാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അടുത്തത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതായത് 2024 നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന ഹനുമാൻ പ്രതിമ. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന ഹനുമാൻ പ്രതിമ. എന്താണ്? അനാച്ഛാദനം ചെയ്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. ഏകദേശം 90 അടി ഉയരമുള്ള പ്രതിമയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന ഹനുമാൻ പ്രതിമ. അത് ടെക്സസിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിമയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രതിമയെ ചൊല്ലി എന്താണ് പല വിവാദ പരാമർശങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇപ്പോൾ അമേരിക്കയിൽ പലയിടങ്ങളിലും എന്താണ് പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും വാർത്താ ശ്രദ്ധ നേടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോൾ പ്രതിമയുടെ പേര് ഇതാണ്, സ്റ്റാച്യു ഓഫ് യൂണിയൻ. അതൊരു ഹനുമാൻ പ്രതിമയാണ്. സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ടെക്സസിലാണ്. 90 അടി ഉയരമാണ്. അത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മുടെ എന്താണ് സമുദ്രത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് ഏതാണ്? ഹൈ സീസ് ഉടമ്പടിയാണ്. ഇതാണ് ഹൈ സീസ് ഉടമ്പടിയാണ്. അപ്പൊ ഈ ഒരു ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അമിതമായ മത്സ്യബന്ധനവും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ എന്താണ് കടലിലെ ഖനനവും ഒക്കെ ഒരു പരിധി വരെ തടയുക എന്നുള്ളതാണ് ഈ ഒരു ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യവുമാണ്. അപ്പൊ ഇപ്പോൾ ഈ ഒരു ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടി 2026 ജനുവരി മുതൽ എന്ത് ചെയ്യും? പ്രാബല്യത്തിൽ വരും. അപ്പൊ എന്താണ് ഹൈ സീസ് ഉടമ്പടി 2026 ജനുവരി മുതൽ എന്ത് ചെയ്യും? പ്രാബല്യത്തിൽ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഉടമ്പടി പ്രാബല്യത്തിൽ വരണമെങ്കിൽ മിനിമം എന്ത് ചെയ്തിരിക്കണം? ഒരു 60 രാജ്യങ്ങളെങ്കിലും അത് അംഗീകരിച്ചിരിക്കണം. അപ്പൊ 60 രാജ്യങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ സീസ് ഉടമ്പടി അംഗീകരിക്കുന്ന 60ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറോക്കോയാണ്. ഏതാണ്? മൊറോക്കോയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 2026
ജനുവരി മുതൽ ഈ പറയുന്ന ഹൈ സീസ് ഉടമ്പടി എന്ത് ചെയ്യുള്ളൂ, പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇപ്പോഴും ഒരുപാട് രാജ്യങ്ങൾ അത് അംഗീകരിക്കാനായിട്ട് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉടമ്പടി അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ എത്ര രാജ്യങ്ങൾ, 60 രാജ്യങ്ങൾ അംഗീകരിക്കണം. സോ 60ാമത്തെ രാജ്യം എന്ന് പറയുന്ന മൊറോക്കോയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ. വേദി എന്ന് പറയുന്നത് ടോക്കിയോ ആണ്, മെഡൽ ടേബിളിൽ ഒന്നാമത് അമേരിക്കയാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം ഇതാണ്, അതായത് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? ഒരു രാജ്യം എന്ത് ചെയ്തിരിക്കുന്നു, അവരെ സ്വർണം നേടിയതിന്റെ എന്താണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്സ്വാന. ഏതാണ്? ബോട്സ്വാനയാണ്. വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട പേരാണ് ബോട്സ്വാന എന്ന് പറയുന്നത്. ഇനി എന്താണ് അവര് 4x400 മീറ്റർ റിലേ, പുരുഷ റിലേയിൽ സ്വർണം നേടിയതിന്റെ എന്താണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചത്. ഇനി ഈ വർഷത്തെ ഈ ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബോട്സ്വാനയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 സ്വർണവും 1 വെങ്കലവും ഉൾപ്പെടെ 3 മെഡലുകളോടെ അവർ പോയിന്റ് ടേബിളിൽ എത്രാമതായിരുന്നു? 5ാമതായിരുന്നു. എത്രാമതാണ്? 5ാമതായിരുന്നു. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് 2025 ലേവർ കപ്പ് ജേതാക്കൾ ആരെന്നാണ്. അത് ടീം വേൾഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീം വേൾഡും ടീം യൂറോപ്പും തമ്മിൽ നടക്കുന്ന ഒരു പുരുഷ ടെന്നീസ് ടൂർണമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലേവർ കപ്പ്. അപ്പോൾ ലേവർ കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു പുരുഷ ടെന്നീസ് ടീം ഈവന്റ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കാം. അപ്പൊ അതിലെന്താണ് ജേതാക്കളായത്? ടീം വേൾഡ് ആണ്. റണ്ണറപ്പ് നമുക്ക് പറയണ്ടല്ലോ അല്ലെ, ആരാണ്? ടീം യൂറോപ്പ് ആണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ആരെന്നാണ്. ഇതിന്റെ പേര് ഹരോൾഡ് ഡിക്കി ബേർഡ് എന്നാണ്. ഹരോൾഡ് ഡിക്കി ബേർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അമ്പയർ എന്ത് ചെയ്തിട്ടുണ്ട്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ 1983 ലോകകപ്പ് ഉൾപ്പെടെ ആകെ 3 ലോകകപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിയന്ത്രിച്ച അമ്പയർ ആണ് ഈ പറയുന്ന ഹരോൾഡ് ഡിക്കി ബേർഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാംസ് വരികയാണ്. സോ അതിനുവേണ്ടി നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റിന്റെ ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3 വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പുതിയ SCERT ടെക്സ്റ്റിലെ ഫാക്ടുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? രാജ്ഭവന്റെ വിശേഷങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്ന മാസിക ഏതാണ്? രാജഹംസം. രാജ്ഭവൻ, രാജഹംസം. എളുപ്പമാണ് കണക്ട് ചെയ്യാൻ. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? കുറച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അതായത് കേരളത്തെ 2031 പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാറുകളാണ് എന്തെന്ന് പറയുന്നത് വിഷൻ 2031 എന്ന് പറയുന്നത്. കാര്യമായി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ആണ്, അതായത് നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ എന്താണ്? അത് നുംകോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതിനുശേഷം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 500ാമത് കപ്പൽ ഏതാണെന്ന് പറഞ്ഞു. MSC വെറോണയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു പുരസ്കാരമായിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ MS സുബലക്ഷ്മി പുരസ്കാരത്തിന് 2025 അർഹനായത് ആരാണ്? അത് KJ യേശുദാസ് ആണ്. അതിനുശേഷം പറഞ്ഞത് ഒരു പുസ്തകം, അതായത് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ്? PG സദാനന്ദൻ. അതിനുശേഷം സമ്മോഹന്റെ 2ാം പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? തിരുവനന്തപുരമാണ്. then അതിനുശേഷം അടുത്തിടെ പട്ടികവർഗ പദവി നൽകണമെന്നും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമലി ഭാഷയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട പോരാടുന്ന കർഷക വിഭാഗം അല്ലെങ്കിൽ സമൂഹം ഏത് എന്നുള്ളതാണ്. അത് കുർമിയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹി ബെൻസ്വര ആണവ നിലയ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാൻ. then അതിനുശേഷം പറഞ്ഞത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന ഹനുമാൻ പ്രതിമ 2024 നമ്മളത് ചർച്ച ചെയ്താണ്. ഇപ്പോൾ ചർച്ച ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രതിമയെ ചൊല്ലി അവിടെ ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ആ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഹൈ സീസ് ഉടമ്പടി 2026 ജനുവരി 1 മുതൽ എന്ത് ചെയ്യും? പ്രാബല്യത്തിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞു. then അതിനുശേഷം എന്താണ്? ഒരു രാജ്യം വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആഘോഷിക്കാനായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതാണ് രാജ്യം? ബോട്സ്വാനയാണ്. അതിനുശേഷം എന്താണ്? ഒരു ടെന്നീസുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു ടെന്നീസ് ഈവന്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് 2025 ലേവർ കപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ടീം വേൾഡ് ആണ്. then അതിനുശേഷം പറഞ്ഞതൊരു വിയോഗമാണ്. ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഹരോൾഡ് ഡിക്കി ബേർഡ്. സോ അതുകൂടി ഓർക്കുക.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ്. അപ്പോൾ പ്രഭാസ്, രൺബീർ കപൂർ, രാം ചരൺ, ഷാരൂഖ് ഖാൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുന്ന ആരെന്നാണ്. അപ്പോൾ സീഡ ഒഗാഡ, ഡാൻ കാറ്റ്സ്, ക്രിസ്റ്റലീന ജോർജിവ, കെഞ്ചി ഒക്കാമുറ. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ്. അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങുകയുണ്ടായി. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന 2ാമത്തെ വ്യക്തിയാണ്. ഇനി അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? മോഹൻലാൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? അപ്പോൾ 2025 സെപ്റ്റംബർ 22 മുതലാണ്. അപ്പോൾ നിലവിൽ ഏതൊക്കെ സ്ലാബുകളാണ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 5%, 18%, 40% എന്നീ സ്ലാബുകളാണ് ഉള്ളത്. ഇപ്പോൾ 12ഉം അതുപോലെ തന്നെ 28ഉം എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 സെപ്റ്റംബർ 25 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.